ഒരു മതേതര നിലപാട്, കുറച്ചുകൂടി ബോൾഡായ നിലപാട് ഈ ഘട്ടത്തിലെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതല്ല. അപ്പോൾ അങ്ങനെ ഒരു നിലപാടെടുത്തതിൽ അഭിനന്ദിക്കേണ്ടതുണ്ട് കോൺഗ്രസിനെ എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പല നേതാക്കളും വ്യത്യസ്തമായി പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ തന്നെ ഇപ്പോൾ CPM-ഉം തൃണമൂൽ കോൺഗ്രസും പ്രതികരിച്ചതുപോലെ അപ്പോൾ തന്നെ പ്രതികരിക്കണമായിരുന്നു കോൺഗ്രസ് എന്ന് പറയുന്നത്. കോൺഗ്രസ് കുറച്ചുകൂടി സങ്കീർണമാണ്. ഈ പറഞ്ഞതുപോലെ പല നേതാക്കളും മൃദുഹിന്ദുത്വ ലൈനിലേക്ക് പോകുന്നു. അപ്പോൾ ആ ഒരു കൂടിയാലോചന അതിൽ വേണ്ടതുണ്ട് എന്നുകൊണ്ടാണ് ആ രൂപത്തിൽ പറഞ്ഞത്. അപ്പോൾ പാർട്ടിയിൽ നല്ല രൂപത്തിൽ ആലോചിച്ച ശേഷമുള്ള മധ്യപ്രദേശ് ഒരു വലിയ പാഠമല്ലേ സ്മൃതി? അതെ, പാഠമുണ്ട്. മൃദുഹിന്ദുത്വം എന്ന് പറഞ്ഞിട്ട് ഒരു സീറ്റ് കിട്ടിയില്ലെന്ന് മാത്രം 160 സീറ്റാണ് എടുത്തുകൊണ്ട് പോകുന്നത്. ഏതായാലും ആ പാഠം മനസ്സിലാക്കുന്നു. അവിടെ എത്തുന്ന 7000 പേരിൽ 3 പേരായി പോകേണ്ടതില്ല എന്നൊരു തീരുമാനം കോൺഗ്രസ് എടുത്തത് വളരെ ബുദ്ധിപൂർവ്വം തന്നെയാണ്. അത് വളരെ ശ്ലാഘനീയമായ കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ പ്രസ്താവന ജയറാം രമേശിന്റെ ഭാഗത്ത് വന്നിരിക്കുന്ന പ്രസ്താവന തെരഞ്ഞെടുപ്പ് വിജയം ലക്ഷ്യമിട്ടുള്ള പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ് രാമക്ഷേത്ര ശിലാസ്ഥാപനം എന്നുള്ളതാണ്. നിർമ്മാണം പൂർത്തിയാകാത്ത ക്ഷേത്രമാണ് BJP RSS നേതാക്കൾ ഉദ്ഘാടനം ചെയ്തത്. നേരത്തെ പറഞ്ഞ പോലെ പുരി ശങ്കരാചാര്യയൊക്കെ പറഞ്ഞിട്ടുള്ള വാദം. വിശ്വാസം ഒരു വ്യക്തികേന്ദ്രീകൃത വിഷയമാണ്. 2019 സുപ്രീം കോടതി വിധിയും ദശലക്ഷക്കണക്കിന് രാമഭക്തരുടെ വികാരവും മാനിക്കുന്നു എന്ന് പറയുമ്പോൾ രാമഭക്തരുടെ വികാരം മാനിക്കുന്നില്ല എന്ന് പിന്നീട് വന്ന BJP-യുടെ പ്രതികരണം അത് അവർ പറയുമെന്നുള്ളത് ഉറപ്പായിരുന്നു. അപ്പോൾ അതിനെ ഖണ്ഡിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകുന്നില്ല. യഥാർത്ഥത്തിൽ അയോധ്യയാണ് പൂർണ്ണമായും എല്ലാം തീരുമാനിക്കുക എന്ന രൂപത്തിൽ ആലോചിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. BJP പറഞ്ഞ പോലെ മറ്റു തന്ത്രങ്ങളും അപ്പുറത്ത് വികസനമൊക്കെ പറയുകയും ചെയ്യും. അവർക്കിനി ഈ തീവ്ര നിലപാട് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ല. അവർ തീവ്ര നിലപാട് എടുക്കുകയും അത് ഫലവത്തായി നടപ്പാക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. മറിച്ച് വിവിധ ജാതി വിഭാഗങ്ങളെ കൂടെ നിർത്തുന്നതിൽ BJP കാണിക്കുന്ന തന്ത്രം, അതാണ് കോൺഗ്രസ് പഠിക്കേണ്ട പാഠം. ആ പാഠം പഠിച്ചുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ അതിനുള്ള തന്ത്രങ്ങൾ മെനയുക എന്നുള്ളതാണ്. അപ്പോഴും പല നേതാക്കളും നടത്തുന്ന പ്രസ്താവന, നേരത്തെ പറഞ്ഞ ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി, മധ്യപ്രദേശിലെ ദിഗ്വിജയ് സിംഗ് പോലുള്ള നേതാക്കൾ പറഞ്ഞിട്ടുള്ള പ്രസ്താവനകളൊക്കെ ഉണ്ട്. ചിലപ്പോൾ ചില PCC അധ്യക്ഷന്മാർ സ്വകാര്യം വ്യക്തി സ്വാതന്ത്ര്യം എന്നുള്ള അല്ലെങ്കിൽ വ്യക്തികൾ എന്ന നിലയ്ക്കൊക്കെ പോയേക്കാം. പക്ഷെ അപ്പോഴും ഈ മൃദുഹിന്ദുത്വ പ്രതികരണങ്ങൾ നടത്തുമോ എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ കോൺഗ്രസ് എടുത്തിരിക്കുന്ന ഈ ബോൾഡായിട്ടുള്ള നിലപാടിനെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള മറ്റു പ്രതികരണം അപ്പുറത്തും ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാകും. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് കോൺഗ്രസിന് ആശ്വാസകരമായ തീരുമാനം കേന്ദ്ര നേതൃത്വത്തിൽ വന്നിരിക്കുന്നതാണ്. ലീഗിനെ സംബന്ധിച്ച് നല്ല ആശങ്കയുണ്ടായിരുന്നു. ലീഗിനും ഇപ്പോൾ ആശ്വാസകരമായ ഒരു തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. Meet the editors.